ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് മാർച്ച് 2025 നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന വാർണിംഗ്സ് അല്ലെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടുന്ന പ്രിക്കോഷൻസ്. മാർച്ച് 2025 നിങ്ങളുടെ തീം എന്താണ് എന്നുള്ളതാണ്. അത് പിക്ക് എ കാർഡ് റീഡിംഗ് അല്ല, ബട്ട് ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. മാർച്ച് 2025 ഇതിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് എന്താണോ അത് എടുക്കുക. ഓക്കെ, സോ മാർച്ച് 2025 വാർണിംഗ്സ്, പ്രിക്കോഷൻസ്, യുവർ തീം ഫോർ മാർച്ച് 2025. ഇതിൽ നിങ്ങൾക്കുള്ള തീം സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്കൊരു തീം ഉണ്ടാവാം, അത് ചൂസ് ചെയ്യാം. ജനറലായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാർഡ് നിങ്ങളുടെ തീമായിരിക്കാം. അത് നിങ്ങൾക്ക് ഏതാണോ റെസനേറ്റ് ആവുന്നത് അതാണ് നിങ്ങളുടെ. ഓക്കെ, നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. സോ ആദ്യം തന്നെ ഫസ്റ്റ് കാർഡ് വന്നിട്ട് ക്വീൻ ഓഫ് വോൺസ്, സെക്കൻഡ് 2 ഓഫ് കപ്സ്, 10 ഓഫ് സോർഡ്സ്, 2 ഓഫ് സോർഡ്സ്, King of Pentacles, and last card വന്നിട്ട് ജസ്റ്റിസ് കാർഡാണ്. ജസ്റ്റിസ് എനർജി കണക്ഷൻ. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി കണക്ഷൻസ്, ക്യൂൻ ഓഫ് ഫോൺസ് ആൻഡ് കിങ് ഓഫ് പെൻഡക്കിൾസ് എനർജി സിറ്റുവേഷൻസ്, അതേപോലെ നിങ്ങളുടെ എനർജിയിൽ മാർച്ചിലേക്ക് പറയാനുള്ളത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഈഗോ കുറച്ച് കൂടുതലാവാനുള്ള ചാൻസസ് ഈ ഒരു സമയത്ത് കാണിക്കുന്നത്. നിങ്ങളുടെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈഗോ ആയിരിക്കാം നിങ്ങളുടെ തീം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈഗോ ആണ് ആ ഒരു ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമായിരിക്കും. അതിലൊരു പ്രിക്കോഷൻ എടുക്കുക എന്ന് വെച്ചാൽ, നിങ്ങൾ എവിടെയാണ്, ഞാൻ ആണ് ഏറ്റവും മുകളിൽ എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് വരാം. പക്ഷേ മനുഷ്യ സഹജമായിട്ടുള്ള ചിന്തകൾ, കാര്യങ്ങളാണ്. അത് എവിടെയാണ് നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടത്, ആരുടെ അടുത്താണ് കാണിക്കേണ്ടത് എന്നുള്ളത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. കാണിക്കേണ്ടാത്തടത്ത് ഈഗോ കാണിക്കാൻ പോയാൽ അത് നിങ്ങളെ അപകടത്തിലാക്കാവുന്ന കാര്യമാണ്. ഒന്ന്, ഓവർ ഇൻഡിപെൻഡൻസ് ആവാം ചില ആളുകളുടെ തീം എന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കുക, നമ്മൾ ഫിനാൻഷ്യലി ആയാലും അല്ലാതെ ആയാലും ഞാൻ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വന്തം കാര്യം നോക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ പറയുന്നുണ്ടാവും, ചിന്തിക്കുന്നുണ്ടാവും. ഇറ്റ് ഈസ് ഗുഡ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ ഓവർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് തോന്നുമ്പോൾ സഹായം ആവശ്യമുള്ളിടത്ത് ചില സിറ്റുവേഷനിൽ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്കതുകൊണ്ട് സഹായം ചോദിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതെന്തോ കുറവാണെന്നോ അതെന്തോ തെറ്റാണെന്നോ അല്ലെങ്കിൽ എനിക്ക് സ്വയം ചെയ്യാൻ കഴിവില്ലാത്തതാണ്, അതൊരു കഴിവില്ലായ്മയായിട്ടൊക്കെ കാണും. അത് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ഒരു പക്ഷേ അതായിരിക്കാം നിങ്ങളുടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. ആൻഡ് 2 ഓഫ് കപ്സ് ആൻഡ് 2 ഓഫ് സോർഡ്സ് എനർജി കണക്ഷൻസ് ആണ് ഇവിടെ. ഫാമിലി റൊമാൻറ്റിക് സിറ്റുവേഷൻസ് ലൈഫിൽ ചില ആളുകളെ സംബന്ധിച്ച് പറയും ഓവർ റൊമാൻറ്റിക് ആയിരിക്കും. ഓവർ റൊമാൻറ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വപ്ന ലോകത്തിലായിരിക്കും നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കണ്ടുന്നുണ്ടാവുക. അപ്പോൾ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ, ഒരു പക്ഷേ പ്രേമിച്ച് കല്യാണം കഴിച്ചവരാണെങ്കിൽ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ അതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും പ്രണയിച്ച് നടക്കുന്ന സമയത്തെ പോലെ ആയിരിക്കണമെന്നില്ല. എല്ലാവരിലും അതുപോലെ ആണെന്നല്ല. ചില ആളുകൾ, പൊതുവേ ഒരു ഭൂരിഭാഗം ആളുകൾ എന്ന് പറയുമ്പോൾ പ്രണയിക്കുമ്പോൾ നല്ല സൈഡ് മാത്രം പറയാൻ ശ്രമിക്കും. പക്ഷെ ലൈഫ് ലോങ് അത് അവർ കാണിക്കുന്നതാണെങ്കിൽ ലൈഫ് ലോങ് അത് കാണിച്ച് നടക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തുടക്കത്തിൽ ഒത്തിരി സ്നേഹം കാണിക്കും, പക്ഷെ പിന്നീട് എന്നും കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു സ്നേഹം. പക്ഷെ കൂടെ സ്ഥിരം ഉണ്ടാവുമ്പോൾ ഇത് കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ടോ എന്തൊക്കെയോ ചിന്താഗതിയിലുള്ള മാറ്റം. അപ്പോൾ ഓവറായിട്ടുള്ള എക്സ്പെക്റ്റേഷൻ, പ്രണയം, റൊമാൻസ്, ഓവർ റൊമാൻറ്റിക് ഇതിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളത് പ്രത്യേകം ചിന്തിക്കുന്നു. ഇപ്പം നിങ്ങൾ പ്രണയത്തിലാണ് എങ്കിൽ അത് ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു തീമെന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ ആവാം. നിങ്ങൾ എവിടെ, എന്ത്, എങ്ങനെ എന്നുള്ളതിൻ്റെ കൺഫ്യൂഷൻ ആവാം. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടായിരിക്കും. ഇപ്പോൾ ജോലിയിൽ നിൽക്കണോ, ജോലി മാറാൻ പറ്റിയ സമയമാണോ, ക്വിറ്റ് ചെയ്യാൻ പറ്റിയ സമയമാണോ, പുതിയ ജോലി നോക്കണോ, അതോ നാട്ടിൽ നിൽക്കണോ, വിദേശത്ത് പോകണോ, ജോലി സംബന്ധം കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കൺഫ്യൂഷൻസും. അത് ഫീൽഡ് മാറും. നിങ്ങൾ ചിലപ്പോൾ ഇന്നൊരു ഫീൽഡിൽ ഇപ്പോൾ IT യിലുള്ള ഒരാളായിരിക്കും, നിങ്ങൾ അഡ്മിനിസ്ട്രേഷൻ HR മാറണോ, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് മറ്റെന്തെങ്കിലും തലത്തിലേക്ക് എന്നുള്ള ചിന്തയാവാം. ആ ഒരു കൺഫ്യൂഷനാവാം. അതിപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിലോ വീട്ടമ്മമാരാണെങ്കിലോ ആരായാലും നിങ്ങളുടെ ഇതിലുള്ളൊരു കൺഫ്യൂഷൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ആൻഡ് 2 ഓഫ് കപ്സ് ആൻഡ് ജസ്റ്റിസ് എനർജിയാണ്.
ചില ആളുകളെ സംബന്ധിച്ച് മാർച്ച് ഇസ് എ മന്ത് ഓഫ് കർമ്മ നിങ്ങളുടെ കർമ്മഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതിൻ്റെ ഒരു മാസമാവും. അപ്പോൾ ഈ കാർമിക് എനർജി, കാർമിക് ഡെപ്റ്റ്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിനുള്ളൊരു ഫലമാണ് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ബാഡ് കർമ്മയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഗുഡ് കർമ്മയാണെങ്കിൽ എന്നുള്ള രീതിയിൽ. എന്നിരുന്നാലും ഇവിടെ ഭൂരിഭാഗം പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ പോസിറ്റീവ് കർമ്മ കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ ചെയ്തതിനുള്ളൊരു ഫലവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ അതിനുള്ള ഫലം ഗുഡ് കർമ്മ ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു എനർജി ആവും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മെയിൻ ഒരു തീം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു മാർച്ച് മാസത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ പിന്നെ ഈ ഒരു മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ കർമ്മം ശരിയാകാനും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നെഗറ്റീവ് ചിന്താഗതിയും ആളുകളെക്കുറിച്ച് നെഗറ്റീവ് പറയാതിരിക്കുക. അതും തന്നെ ദുഷിപ്പ് പറയാതെ ദ്രോഹം ചെയ്യാതെ മുന്നോട്ടേക്ക് പോവാം. മുന്നോട്ടേക്കുള്ള കർമ്മയും പോസിറ്റീവ് ആക്കാൻ. അതേപോലെ 10 ഓഫ് സോഡ്സ് എനർജി ആൻഡ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് നിങ്ങൾ കംപ്ലീഷൻ ഫേസിലാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. ലൈഫിൽ നിങ്ങളുടെ പല കാര്യങ്ങളും ഒരു കംപ്ലീഷൻ ഫേസിലാവാം. ഇവിടെ ചില ആളുകൾ ഉത്തരവാദിത്തങ്ങളൊക്കെ ഒരു പരിധിവരെയുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞു എന്നുള്ളതാവാം. അതായത് ഇപ്പോൾ പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിൽ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞിട്ട് സന്യാസത്തിലേക്ക് നമ്മൾ പറയുന്ന ഒരു രീതിയുണ്ട്, അതിലേക്ക് പോകുന്നതാവാം. ഇപ്പോൾ മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ വിവാഹം കഴിഞ്ഞതോ അവരുടെ ജോലി കിട്ടി അവരുടേതായിട്ടുള്ള ലോകത്തിലേക്ക് നിങ്ങളൊരു ആത്മീയതയിലേക്ക് പോകുന്നതാവാം. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സ്വസ്ഥമായിട്ടുള്ളൊരു ജീവിതം, നിങ്ങൾ ഒറ്റയ്ക്ക് വീണ്ടും ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഇൻഡിപെൻഡൻസ്, ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ആവാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തീം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് ഒരു ഫ്രീഡം നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാം ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ, കെട്ടുപാടുകൾ, ബന്ധനങ്ങൾ എന്നൊക്കെ പറയുന്ന ആ ഒരു ഇതിൽ നിന്ന് പുറത്ത് കടന്ന് നിങ്ങൾ ഫ്രീ ആയിട്ട് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആകാം സൂചിപ്പിക്കുന്നത്. എനർജി 2 ഓഫ് കപ്സ് ആൻഡ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ചില ആളുകൾക്ക് ഡിവോഴ്സ് ആവാം ഇത്. കാരണം ഡിവോഴ്സ് എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ എല്ലാവരിലും അല്ല, നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നത് ഒരു പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടിയായിരിക്കാം, മക്കൾക്ക് വേണ്ടിയിട്ടോ മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കാൻ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ സിറ്റുവേഷൻസ് പലത് കൊണ്ടിട്ട് പുറത്ത് കടന്നില്ല. ഇപ്പോൾ എല്ലാ മക്കളൊക്കെ ചിലപ്പോൾ വലുതായിട്ടുണ്ടാവും, വേറെ സിറ്റുവേഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഒരു ഡിവോഴ്സ്, അതിനുശേഷം സ്വതന്ത്രമായിട്ടുള്ള ഒരു ജീവിതം, സ്വന്തം ഇഷ്ടങ്ങൾ, നിങ്ങൾ കുറച്ചുകൂടി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുന്നു. ഇങ്ങനെയുള്ള പല തീംസൊക്കെ ആയിരിക്കാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാർച്ച് മാസത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എന്താണ് റെസണേറ്റ് ആവുന്നത് അതെടുക്കുക. ജനറലി മാർച്ചിലത്തെ തീമാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.